തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ നിഷേധിച്ചു. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നുകൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സിജോ, ഇതിൽ ഏറ്റവും നിർണായകമായതിനൊരു രാഷ്ട്രീയ പ്രതിരോധം കൂടി തീർക്കേണ്ടതുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം A. പത്മകുമാറിന്റേതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ്. അതിനിടയിലാണ് N. വിജയകുമാർ CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന വിജയകുമാറിന്റെ കൂടി അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ ദേവസ്വം മന്ത്രിയിലേക്കും മുൻ ദേവസ്വം ബോർഡ്, അതായത് ഇക്കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി എത്ര കണ്ട് പ്രതിരോധം തീർക്കാനാകും പാർട്ടിക്ക്? CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടുപേരാണ് കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ PS പ്രശാന്ത് എന്ന നിലയിൽ ഈ ആരോപണം നേരിടുന്ന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിൽ ചുമതല വഹിച്ചിരുന്ന ആളുകൾ മാത്രമാണ് എന്ന നിലയിൽ മാത്രം ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ തീർച്ചയായും സാധിക്കും. അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വരികയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ PS പ്രശാന്തിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ് നിലവിലുണ്ടായിരുന്ന അത്തരം സാഹചര്യത്തിലേക്ക് പോകുള്ളൂ. കാരണം ഞാൻ സൂചിപ്പിക്കുന്നത് A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ N. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും കേസുകളിൽ പ്രതികളാക്കപ്പെടുകയും പിന്നീട് അവരുടെ പങ്ക് വ്യക്തമാകുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് നിലവിൽ പ്രതിയേർക്കപ്പെട്ട ആളല്ല. അതല്ല അതിനപ്പുറത്തേക്ക് ഒരു മൊഴി എന്നതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഏതെങ്കിലും തെളിവുകളോ വന്നിട്ടുണ്ട്. ഇനി വരുന്ന അന്വേഷണത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരികയോ അല്ലെങ്കിൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പത്മകുമാറിനൊക്കെ വന്നിരുന്ന അത്രയും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് സ്വാഭാവികമായും CPM പോവും. ഇപ്പോൾ അവർക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കും, ഒരു പരിധി വരെ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കും. കാരണം ഈ അന്ന് ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്ന നിലയിലാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തെ മൊഴിയെടുത്തിരിക്കുന്നത്, ചോദ്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വരുമെങ്കിൽ മാത്രമാണ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ അതേസമയം ഇതൊരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും ഗൗരവമുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കും. അതിന് മറുപടി പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും. യാതൊരു തരത്തിലുള്ള ബന്ധവും കടകംപള്ളിയെ സംബന്ധിച്ച് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല, പ്രശാന്തിനെ സംബന്ധിച്ചും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ വന്നിട്ടില്ല. ഇനി നാളെ തെളിവുകൾ വരികയാണെങ്കിൽ ആ പ്രതിരോധം പാടെ അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. ഇനി എന്തെല്ലാം തെളിവുകൾ പുറത്തു വരും, കൂടുതൽ തെളിവുകൾ ഇവർക്കെതിരെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.